ഹലോ മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹ്യൂമനിസം എന്ന ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിന്നതിൻ്റെ ബാക്കി നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. 13-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അല്ലേ. 13-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സമ്പ്രദായം ഏതാണ്? ഫ്യൂഡൽ സിസ്റ്റമാണ് അല്ലേ. അവിടെയുള്ള രാജാക്കന്മാരും മറ്റ് പ്രഭുക്കന്മാരും ഒക്കെ ഫ്യൂഡൽ സിസ്റ്റത്തിനെയായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ എതിർത്തിരുന്നത് എന്തിനെയൊക്കെയാണ്? റാഷണലിസം, നോളജ്, ലവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എതിർത്തിരുന്നു. സോ ഇതിനെയൊക്കെ ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചെയ്തവരിൽ ഒരാളായിരുന്നു റോജർ ബേക്കൺ. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സയൻറ്റിഫിക് ഫിലോസഫറാണ് റോജർ ബേക്കൺ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത കുറേ പേരെ എന്ത് ചെയ്തു? ക്രൂര പീഡനങ്ങൾക്ക് ഇരയാക്കിയെന്നും കുറച്ച് പേരെ ജയിലിൽ അടച്ചുവെന്നും കുറച്ച് പേരെ കൊന്നു കളഞ്ഞുവെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഫ്യൂഡൽ സിസ്റ്റം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, എന്നാലും ഒന്നും കൂടെ പറയാം. നമുക്ക് എത്രമാത്രം സ്വത്തുണ്ടെന്ന് നോക്കിയിട്ട് സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഒരു സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് എന്താ? ഫ്യൂഡൽ സിസ്റ്റം. ഓക്കെ. റോജർ ബേക്കണൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനൊക്കെയായിരുന്നു? റാഷണലിസം, നോളജ്, ലവ് തുടങ്ങിയ കാര്യങ്ങൾക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അന്നത്തെ ഭരണാധികാരികൾ റാഷണലിസത്തിന് എന്ത് ചെയ്യായിരുന്നു? ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യുക്തിചിന്ത, എന്ത് കാര്യം പറയുമ്പോഴും അതിന് പിന്നിലുള്ള റീസൺ ആൾക്കാർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതിനെ അവരെന്ത് ചെയ്യുകയാണ് ചെയ്തത്? തടയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കാം. 14-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കിനും ഇതിനൊരു ചേഞ്ച് ഉണ്ടാകാൻ തുടങ്ങി. 13-ാം നൂറ്റാണ്ടിൽ ആൾക്കാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയില്ലേ. അപ്പോൾ 14-ാം നൂറ്റാണ്ടായപ്പോൾ ഇതിലൊരു ചേഞ്ച് ഉണ്ടാകാൻ തുടങ്ങി. നമ്മുടെ യൂറോപ്പിലെ പൊളിറ്റിക്കൽ സ്ഫിയർ, അതായത് രാഷ്ട്രീയ മേഖലയിലും എക്കണോമിക് സ്ഫിയർ സാമ്പത്തിക മേഖലയിലും സോഷ്യൽ സ്ഫിയർ സാമൂഹിക മേഖലയിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഈ മാറ്റങ്ങൾ ഉണ്ടാകാനായ പ്രധാന കാരണമെന്ന് പറയുന്നത് ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ്റെ സ്വാധീനമാണ്. ഓക്കെ. 13-ാം നൂറ്റാണ്ടിൽ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. 14-ാം നൂറ്റാണ്ടായപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ സാമൂഹിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. ഈ മാറ്റങ്ങളെ സ്വാധീനിച്ച പ്രധാന ഘടകമാണ് ഏതെന്ന് പറയുന്നത്? ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ആൻഷ്യൻ്റ് യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് സിവിലൈസേഷൻസ് ആണ്. ഇതിനെ നമ്മൾ ക്ലാസിക്കൽ സിവിലൈസേഷൻസ് എന്നും പറയുന്നു. ഗ്രീക്ക് സിവിലൈസേഷൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 12th സെഞ്ച്വറി മുതൽ 4th സെഞ്ച്വറി BCE ആണ്. BC നമ്മൾ പുറകോട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് 12th സെഞ്ച്വറി മുതൽ 4th സെഞ്ച്വറി BCE എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ. അടുത്ത് റോമൻ സിവിലൈസേഷൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് എത്ര മുതൽ എത്ര വരെയാണ്? 7th സെഞ്ച്വറി മുതൽ 5th സെഞ്ച്വറി BCE വരെയാണ്. ഈ രണ്ട് സിവിലൈസേഷൻസാണ് പ്രധാനമായിട്ടും നമ്മുടെ യൂറോപ്പിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻസിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻസ് മോഡേൺ ലോ, എന്താ മോഡേൺ ലോ എന്ന് പറഞ്ഞാൽ ആധുനിക രീതിയിലുള്ള നിയമങ്ങൾക്ക്, അതുപോലെ ഗവൺമെൻറ് സമ്പ്രദായം. എന്ത് സമ്പ്രദായം? ഗവൺമെൻറ് സമ്പ്രദായം, സയൻസ്, ആർട്ട്, ഫിലോസഫി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻസ് മോഡേൺ ലോ, ഗവൺമെൻറ് സമ്പ്രദായം, സയൻസ്, ആർട്ട്, ഫിലോസഫി തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ബിൽഡിങ്സ്, ലാംഗ്വേജ്, അതായത് നമ്മുടെ ഗ്രീക്ക് ലാംഗ്വേജ്, ലാറ്റിൻ ലാംഗ്വേജ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ആ ലാംഗ്വേജസിലും ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലും ഒക്കെ ഈ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ്റെ എന്ത് കാണാൻ കഴിയും? സ്വാധീനം കാണാൻ കഴിയും. ഈ സിവിലൈസേഷൻ നിലനിന്നിരുന്ന കാലത്ത് അവിടെ എന്തുണ്ടായിരുന്നു? ഒരുപാട് സിറ്റീസ് ഉണ്ടായിരുന്നു. ആ സിറ്റീസൊക്കെ എങ്ങനെയായിരുന്നു? അവർ സ്വതന്ത്രരായിരുന്നു, ഇൻഡിപെൻഡൻറ്റ് സിറ്റീസ് ആയിരുന്നു. ഓരോ സിറ്റീസിനും ഓരോ ഗവൺമെൻറ് സമ്പ്രദായം അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കുറച്ച് മോഡേൺ ആയിട്ട് ചിന്തിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഏത് സിവിലൈസേഷൻസിലുണ്ടായിരുന്നത്? ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻസിലുണ്ടായിരുന്നത്. സോ ഈ സിവിലൈസേഷൻ ആരെ സ്വാധീനിച്ചു? 14-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും നമ്മുടെ യൂറോപ്പിനെ എന്ത് ചെയ്തു? സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ സ്വാധീനം കാരണം
അന്ന് മിഡീവൽ ടൈമിൽ, അതായത് യൂറോപ്പിൻ്റെ മിഡീവൽ ടൈമിൽ നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കണം എന്നുള്ള തോട്ട്സ് ആർക്ക് വന്നു? അന്നത്തെ ജനങ്ങൾക്ക് വന്നു. നമുക്കറിയാം ഏകദേശം 8th സെഞ്ച്വറി മുതൽ 18th സെഞ്ച്വറി വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മിഡീവൽ കാലഘട്ടം എന്ന് പറയുന്നത്. സോ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ്റെ സ്വാധീനം കാരണം ഈ മിഡീവൽ ടൈംസിൽ നിന്നും, അല്ലെങ്കിൽ മിഡീവൽ ടൈംസിൻ്റെ ആശയങ്ങളിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കണമെന്ന് അന്നത്തെ യൂറോപ്പിലെ ആൾക്കാർക്ക് എന്ത് ചെയ്തു തോന്നി. അപ്പോൾ ഈ മാറ്റങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, അവർ ഏതൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ ചിന്തിച്ചതെന്ന് നോക്കാം. ഒന്ന്, ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്. എന്താ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ? മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെ? മനുഷ്യർക്ക് അവരെന്ത് കൊടുക്കാൻ തുടങ്ങി? പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. ദെൻ ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്. 14ാം നൂറ്റാണ്ടായപ്പോൾ അർബൻ ലൈഫ്, എന്താ അർബൻ ലൈഫ്? നഗര ജീവിതം, അല്ലേ? റൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമീണ ജീവിതം. അർബൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നഗര ജീവിതം. നഗര ജീവിതങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉയർന്നു വരാൻ തുടങ്ങി. പ്രോഗ്രസ് ഓഫ് ട്രേഡ്, വ്യാപാര പുരോഗതി ഉണ്ടായി. റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്, ചെറിയ ചെറിയ സംസ്ഥാന സ്റ്റേറ്റ്സുകൾ എന്തായി? ഉദയം ചെയ്തു വന്നു. ചെറിയ ചെറിയ സ്റ്റേറ്റ്സുകളെല്ലാം ഉദയം ചെയ്തു വന്നു. ഇൻഡിവിജ്വൽ ലിബർട്ടി. എന്താ ഇൻഡിവിജ്വൽ ലിബർട്ടി? വ്യക്തി സ്വാതന്ത്ര്യം. ആ മാറ്റങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം, നേഷൻ സ്റ്റേറ്റ്സിൻ്റെ ഉയർച്ച, ട്രേഡിൽ പ്രോഗ്രസ് ഉണ്ടായി, അർബൻ ലൈഫിൻ്റെ വളർച്ച, ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്, ദെൻ റാഷണലിസം. എന്താ റാഷണലിസം? യുക്തിചിന്ത, അല്ലെ? യുക്തിവാദം എന്നൊക്കെ പറയും. സ്പ്രെഡ് ഓഫ് സെക്കുലാർ വാല്യൂസ്. എന്താ സ്പ്രെഡ് ഓഫ് സെക്കുലാർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ? ആ മതേതര ആശയങ്ങളുടെയൊക്കെ പ്രചരണം, അല്ലേ? മതം വേറെയാണ്, ഗവൺമെൻറ് വേറെയാണ്, ഭരണവും മതവും തമ്മിൽ കൂടിച്ചേർക്കാൻ പാടില്ല. അതാണ് സ്പ്രെഡ് ഓഫ് സെക്കുലാർ വാല്യൂസ് എന്ന് പറയുന്നത്. ദെൻ മോണിറ്ററി എക്കോണമീസ്. മോണിറ്ററി എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ? സാമ്പത്തിക മേഖലയിലെ പണത്തിൻ്റെ ഉപയോഗം, അല്ലെ? പണമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉപയോഗിക്കാൻ തുടങ്ങി, വ്യാപാര രംഗങ്ങളിലൊക്കെ. ദെൻ ഇമ്പോർട്ടൻസ് ഗെയിൻഡ് ബൈ റീജിയണൽ ലാംഗ്വേജ്. പ്രാദേശിക ഭാഷകൾ, നമ്മുടെ ലോക്കൽ ലാംഗ്വേജസ് ഇല്ലേ, അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വന്നു. ദെൻ ചേഞ്ചസ് ഇൻ ദ റിയാംസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ആദ്യകാലങ്ങളിൽ ആർട്ടിനും സയൻസിനും ഒന്നും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനൊക്കെ എന്താ ഉണ്ടാവാൻ തുടങ്ങി? ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ എല്ലാം സംഭവിച്ചത് എന്താണ്? എല്ലാ മേഖലകളിലും ഒരു മാറ്റം സംഭവിച്ചു, അല്ലേ? മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അതാണ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്. നഗരങ്ങൾ വളരാൻ തുടങ്ങി. നഗരങ്ങൾ എങ്ങനെയാണ് വളർന്നത്? വ്യാപാര മേഖലയിൽ പുരോഗതി ഉണ്ടായി, അപ്പോൾ നഗരങ്ങൾ വളരാൻ തുടങ്ങി. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ച് ചെറിയ ചെറിയ സ്റ്റേറ്റ്സ്, നേഷൻ സ്റ്റേറ്റ്സ് ഉയർന്നു വരാൻ തുടങ്ങി. വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തു, ഇൻഡിവിജ്വൽ ലിബർട്ടി. റാഷണലിസം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടു. സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസ്, മതേതര ആശയങ്ങൾ കുറച്ചും കൂടെ പ്രചരിപ്പിച്ചു. മോണിറ്ററി എക്കോണമി, പണസമ്പ്രദായം വന്നു. ഇമ്പോർട്ടൻസ് ഗെയിൻഡ് ബൈ റീജിയണൽ ലാംഗ്വേജസ്, ലോക്കൽ ലാംഗ്വേജസ് ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് നേടിയെടുത്തു. പിന്നെ ആർട്ട് മേഖലയിലായാലും സയൻസ് മേഖലയിലായാലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടായി. ഓക്കെ, അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം ആദ്യം ഉണ്ടായത് എവിടെയാണ്? ഇറ്റലിയിലാണ്. ഓക്കെ, ഈ മാറ്റങ്ങളെല്ലാം ആദ്യം ഉണ്ടായത് എവിടെയാണ്? ഇറ്റലിയിലാണ്. ഇറ്റലി എന്ന് പറയുമ്പോൾ ആൻഷ്യൻ്റ് റോമൻ സിവിലൈസേഷൻ്റെ ഒരു പാർട്ടാണല്ലേ. നമുക്ക് ഈ മാറ്റത്തിന് ഒരു പേരിട്ട് വിളിക്കാം. ഈ മാറ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ റിനൈസൻസ്. ഈ മാറ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ദ റിനൈസൻസ്. അപ്പോൾ ഈ റിനൈസൻസ് ഉണ്ടായത് എവിടെയാണ്? ഇറ്റലിയിലാണ്, അല്ലേ? നമ്മൾ പറഞ്ഞു ഈ മാറ്റങ്ങളെല്ലാം ആദ്യം ഉണ്ടായത് എവിടെയാണ്? ഇറ്റലിയിലാണ്. റിനൈസൻസ് എന്ന വേർഡിൻ്റെ മീനിങ് റീബർത്ത് എന്നാണ്. റിനൈസൻസ് എന്ന വേർഡിൻ്റെ മീനിങ് എന്താണെടാ? റീബർത്ത് എന്നാണ്. എന്തിൻ്റെയൊക്കെ റീബർത്താണ്? ആർട്ട്, ലിറ്ററേച്ചർ, ലേണിംഗ്, ഇതിൻ്റെ എല്ലാം റീബർത്താണ്, അല്ലേ? ഒരു പുനർജന്മമാണ്. ആർട്ടിനായാലും ലിറ്ററേച്ചറിനായാലും എല്ലാ മേഖലകളിലും ഒരു പുനർജന്മമാണ്. 13ാം നൂറ്റാണ്ടിൽ നിന്നും 14ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ ഇതിനൊക്കെ എന്ത് കിട്ടി? ഒരു റീബർത്ത് ഉണ്ടായി. പിന്നെ സ്വാധീനിച്ചത് ഏത് സിവിലൈസേഷനാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു? ഗ്രീക്ക് റോമൻ സിവിലൈസേഷനാണ്, അല്ലേ? ഹ്യൂമനിസത്തിലായിരുന്നു ഇത് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? മനുഷ്യൻ്റെ അച്ചീവ്മെൻറ്റ്സിന്, മനുഷ്യൻ്റെ വാല്യൂസിനും എന്ത് കൊടുത്തു? ഇമ്പോർട്ടൻസ് കൊടുത്തത് ഏതാണ്? നമ്മുടെ റിനൈസൻസ് ആണ്. ഓക്കെ അല്ലേ? എനിക്ക് ഇത്രയും നോക്കിയാൽ മതി, ബാക്കി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ഇതാ ഇവിടെ നമുക്ക് കാണാം, ഒരു ബോക്സിലായിട്ട് റിനൈസൻസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചു.
14-ാം നൂറ്റാണ്ടോടുകൂടിയാണ് റിനൈസൻസ് ആരംഭിച്ചത്. ഇറ്റലിയിലാണ് ഇത് സംഭവിച്ചത്. പിന്നെ സ്വാധീനം ചെലുത്തിയത് ഏതാണ്? ഗ്രീക്കോ റോമൻ സിവിലൈസേഷനാണ്. അടുത്ത് ഇതെന്തുകൊണ്ടാണിത് ഇറ്റലിയിൽ ആദ്യം ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. അല്ലേ, യൂറോപ്പിൽ ഒരുപാട് നഗരങ്ങളുണ്ടായിരുന്നു. വൈ റിനൈസൻസ് സ്റ്റാർട്ടഡ് ഇൻ ഇറ്റലി? അപ്പോൾ യൂറോപ്പിലെ മറ്റു നഗരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇറ്റലിയിലെ സിറ്റീസ് എങ്ങനെയായിരുന്നു? വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഓക്കെ, യൂറോപ്പിലെ മറ്റു നഗരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇറ്റലിയിലെ നഗരങ്ങൾ എങ്ങനെയായിരുന്നു? വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയി. അന്നത്തെ അവിടുത്തെ സിറ്റീസൊക്കെ എങ്ങനെയായിരുന്നു? ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ഓരോ സിറ്റീസിനും അവരുടേതായ ഗവൺമെൻറ് സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇറ്റലിയിലെ സിറ്റീസ് എങ്ങനെയായിരുന്നു? ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, വെൽത്തി ആയിരുന്നു, ഡൈനാമിക് ആയിരുന്നു. അല്ലെ, അവർ സ്വതന്ത്രരും കുറച്ച് സമ്പത്തുമുള്ള സിറ്റീസായിരുന്നു ഏതെന്ന് പറയുന്നത് ഇറ്റാലിയൻ സിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, വെൽത്തി ആയിരുന്നു, ഡൈനാമിക് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ട്രേഡേഴ്സ്, വ്യാപാരികൾക്ക് ബാങ്കിങ്ങിനെ പറ്റിയിട്ടും ഇൻഷുറൻസിനെ പറ്റിയിട്ടും ഒക്കെ എന്തുണ്ടായിരുന്നു? നല്ല ബോധം ഉണ്ടായിരുന്നു. ഓക്കെ, ദേ വെർ അവെയർ അബൌട്ട് ദി ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സിസ്റ്റം. ട്രേഡേഴ്സിന് എന്തിനെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് അറിയായിരുന്നു? ബാങ്കിങ്ങിനെ പറ്റിയിട്ടും ഇൻഷുറൻസിനെ പറ്റിയിട്ടും അറിയായിരുന്നു. ഇവർക്ക് വ്യാപാരത്തിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നല്ല പരിചയം ഉണ്ടായിരുന്നു. ട്രേഡിൻ്റെ ടെക്നിക്കൽ മാറ്റേഴ്സിനെ പറ്റിയിട്ട് ഇവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. സോ അവർ പിന്തുടർന്നൊരു രീതിയാണ് ബുക്ക് കീപ്പിംഗ്. എന്താ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ഉള്ള കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി ഉള്ള വരവ്, നമ്മുടെ ഡെയിലി ഉള്ള ചിലവ്, ബാക്കി എത്ര വന്നു, നമ്മൾ എന്തെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഡെയിലി ഉള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വരവിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലവൊക്കെ ചുരുക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിക്കാൻ പറ്റും. ഇതെന്തിന് കാരണമാകും? നമ്മൾ കുറച്ചുകൂടി വെൽത്തി ആകും. അല്ലേ, നമ്മുടെ ഇൻകത്തിനനുസരിച്ചിട്ട് നമ്മൾ ചിലവ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റൊക്കെ എന്ത് ചെയ്യും? കിട്ടും. നമ്മൾ ഇൻകം നോക്കാതെ എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങിച്ച് മുഖവിട്ട് നമ്മൾ വലിയ വലിയ ചിലവുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവില്ല. സോ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബുക്ക് കീപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ എങ്ങനെ വ്യാപാരത്തിലൂടെ നല്ല വെൽത്തി ആയിട്ട് മാറി. ഓക്കെ, ഇറ്റലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റീസ് എല്ലാം സ്വതന്ത്രരായിരുന്നു. പിന്നെ അവർക്ക് എന്തുണ്ടായിരുന്നു? നല്ല വെൽത്തി ആയിരുന്നു. ഇവരെങ്ങനെയാണ് വെൽത്തി ആയത്? അവിടുത്തെ ട്രേഡേഴ്സിന് ബാങ്കിങ്ങിനെ പറ്റിയിട്ടും ഇൻഷുറൻസിനെ പറ്റിയിട്ടുമൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. അവർ ബുക്ക് കീപ്പിംഗ് ടെക്നിക്ക് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വ്യാപാരികളെല്ലാം എന്തായി? വെൽത്തി ആയിട്ട് മാറി. ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽഡ് റെക്കോർഡിംഗ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ എ ഡെയിലി ബേസിസ്. അല്ലെ, ഒരു ഡെയിലി ബേസിസിൽ നമ്മുടെ ഇൻകവും എക്സ്പെൻഡിച്ചറും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമുക്ക് ഏതിനെ പറയാം? ബുക്ക് കീപ്പിങ്ങിനെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കൊമേഴ്സ്യലൈസേഷൻ, എന്താ കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യാപാരവൽക്കരണം ഏകദേശം 11-ാം നൂറ്റാണ്ടിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? യൂറോപ്പിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ തന്നെ എന്ത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി? അവിടെ നിലനിന്നിരുന്ന ഫ്യൂഡൽ സിസ്റ്റം ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അല്ലേ, ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ജന്മിമാർക്കായിരിക്കും സ്വത്ത് കൂടുതൽ ഉണ്ടാകുന്നത്. സോ ട്രേഡ് നടത്തുമ്പോൾ ഈ ട്രേഡ് നടത്തുന്ന ആൾക്കാരും എങ്ങനെയാവാൻ തുടങ്ങി? കുറച്ച് വെൽത്തി ആവാൻ തുടങ്ങി. അവർക്കും സ്വത്തൊക്കെ വാങ്ങാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായി. അല്ലേ, അപ്പോൾ 11-ാം നൂറ്റാണ്ടിൽ കൊമേഴ്സ്യലൈസേഷൻ നടന്നു. അപ്പോഴത്തേക്കിനും ആ ഒരു മധ്യകാലഘട്ടത്തിൽ നിലനിന്ന ഫ്യൂഡൽ സിസ്റ്റവും അതുപോലെ തന്നെ റിലീജിയസ് സുപ്രിമസി. എന്താ റിലീജിയസ് സുപ്രിമസി എന്ന് പറഞ്ഞാൽ? മതപരമായ ആധിപത്യവും ഫ്യൂഡൽ സിസ്റ്റവും ഒക്കെ എന്താവാൻ തുടങ്ങി? ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ചെറുതായിട്ട് നശിക്കുവാനായിട്ട് തുടങ്ങി. ഓക്കെ, അതിന് കാരണമായത് എന്താണ്? കൊമേഴ്സ്യലൈസേഷനാണ്. അല്ലേ, അപ്പോൾ കൊമേഴ്സ്യലൈസേഷൻ 11-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ആരംഭിച്ചു. അതവിടെ അന്ന് നിലനിന്നിരുന്ന ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെയും റിലീജിയസ് സുപ്രിമസിയുടെയൊക്കെ ഡിക്ലൈന് കാരണമായി. അപ്പോൾ ഇത് കാരണം ഇങ്ങനെ ആ ഒരു ഫ്യൂഡൽ സിസ്റ്റം അവിടെ ഡിക്ലൈൻ ചെയ്തതോടുകൂടി അവിടെ ഒരു വെൽത്തി ക്ലാസ് ഒരു സമ്പന്നവർഗം എന്ത് ചെയ്യാൻ തുടങ്ങി? ഉയർന്നു വരാൻ തുടങ്ങി. ഒരു സമ്പന്നവർഗം അവിടെ ഉയർന്നു വരാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഇറ്റലിയിൽ ഒരുപാട് സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു. ഒരുപാട് വെൽത്തി ഫാമിലീസ് എന്ത് ചെയ്തു? ഉയർന്നു വന്നു. അവർ അന്നത്തെ പൊളിറ്റിക്കൽ പവർ എന്ത് ചെയ്തു?
ഡിമാൻഡ് ചെയ്തു. രാഷ്ട്രീയത്തിൽ അവരെന്ത് ചെയ്തു? ഒരു ഷെയർ അവർ ആഗ്രഹിച്ചല്ല, അവർ ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ. കൊമേഴ്സ്യലൈസേഷൻ്റെ ഫലമായിട്ട് ഫ്യൂഡൽ സിസ്റ്റം തകരുന്നു. ഒരു വെൽത്തി ക്ലാസ് അല്ലെങ്കിൽ ഒരു വെൽത്തി ഫാമിലി എന്ത് ചെയ്യുന്നു? ഉയർന്നു വരികയാണ്. എവിടെ? ഇറ്റലിയിൽ. അവരെന്താഗ്രഹിച്ചു? അവർ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡിൽ അവർക്കും പവർ വേണമെന്നവർ പറഞ്ഞു. നമുക്ക് ഇറ്റലിയിൽ ഉയർന്നു വന്ന കുറച്ച് സിറ്റീസും അവിടുത്തെ ഫാമിലീസും നോക്കാം. ഫ്ലോറൻസിലെ വെൽത്തി ഫാമിലീസ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്? മെഡിസി. ഓക്കെ, മെഡിസി ഏത് സിറ്റീസിലായിരുന്നു? ഫ്ലോറൻസിലായിരുന്നു. ദെൻ ഫോർസ, എസ് അവിടെ സൈലൻ്റ് ആണ്, നമുക്ക് ഫോർസ എന്ന് വായിക്കാം. ഫോർസ എവിടത്തെ ആയിരുന്നു? മിലനിലെ ആയിരുന്നു. മിലൻ എന്ന് പറയുന്ന സിറ്റിയിലെ വെൽത്തി ഫാമിലി ആയിരുന്നു ഫോർസ. ദെൻ ഫാർണീസ്, ഫാർണീസ് എവിടത്തെയാണ്? പാമ എന്ന് പറയുന്ന സിറ്റിയിലെയാണ് ഫാർണീസ്. ദെൻ ഓർസിനി. നിങ്ങളിതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് നോക്കണ്ട മക്കളെ, നമുക്ക് മാർക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അവിടെ ആരും നമ്മളുടെ അടുത്ത് വൈവ് ചോദിക്കാറില്ല, നമുക്ക് കറക്റ്റ് സ്പെല്ലിങ് മതി. ഓക്കെ. ദെൻ ഓർസിനി, ഓർസിനി എവിടത്തെയാണ്? നേപ്പിൾസിലെയാണ്. ദെൻ വിസ്കോണ്ടി, വിസ്കോണ്ടി എവിടത്തെയാണ്? മിലൻ. മിലൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഇത് യൂട്യൂബ് ചാനലിൽ ഒരു ചേച്ചിയുടെ പേരല്ലേടാ മിലൻ. ഓക്കെ. ദെൻ ഇറ്റാലിയൻ ഫാമിലീസ് ആണ് മെഡിസി, ഫോർസ, ഫാർണീസ്, ഓർസിനി, വിസ്കോണ്ടി. ഇത് നിങ്ങൾ കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കണം. എന്തെങ്കിലും നല്ല കോഡ് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, നമുക്കത് പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ. ദെൻ സിറ്റീസ് ഏതൊക്കെയാണ്? ഫ്ലോറൻസ്, മിലൻ, പാർമ, നേപ്പിൾസ്, മിലൻ. ഓക്കെ, ഇത് നിങ്ങൾ കോഡുണ്ടാക്കി പഠിക്കുക. ഞാൻ നോക്കിയിട്ടൊരു കോഡും കിട്ടിയില്ല കേട്ടോ, അതാ ഇങ്ങനെ പറഞ്ഞു പോയത്. ദെൻ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. നമുക്ക് സ്കൂളൊന്നും തുറന്നില്ലല്ലോ, കുറേശ്ശായിട്ട് പഠിച്ചു പോയാൽ മതി. പഠിക്കുന്ന കാര്യങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കും. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? യൂറോപ്പിലാണ് തുടങ്ങിയത്. 13-ാം നൂറ്റാണ്ടിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി? 14-ാം നൂറ്റാണ്ടിലെത്തി. 13-ാം നൂറ്റാണ്ടിൽ നിന്ന് 14-ാം നൂറ്റാണ്ടിലോട്ട് വന്നപ്പോൾ ഒരു റീബർത്ത് തന്നെ ഇറ്റലിയിൽ സംഭവിച്ചു. മെയിനായിട്ട് എവിടെയാണ്? ഇറ്റലിയിലാണ് സംഭവിച്ചത്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് അവിടെ മാറ്റങ്ങൾ ഉണ്ടായതെന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്, അർബൻ ലൈഫ് വന്നു, പിന്നെ നേഷൻ സ്റ്റേറ്റ്സ് വന്നു, വ്യാപാരം കൂടി, മോണിറ്ററി സമ്പ്രദായം വന്നു, സെക്യുലർ വാല്യൂസ് സ്പ്രെഡായി, ആർട്ടിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും ഫിലോസഫിയുടെയും എല്ലാ മേഖലകളിലും ചേഞ്ച് വന്നു. ഇത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും എല്ലാ മേഖലകളിലും നമ്മുടെ യൂറോപ്പിൻ്റെ പ്രധാന നഗരമായ ഇറ്റലിയിലെ പൊളിറ്റിക്കൽ സ്ഫിയറിലും എക്കണോമിക് സ്ഫിയറിലും ഒക്കെ എന്ത് ചെയ്തു? ഒരു മാറ്റം വന്നു. ആ മാറ്റത്തിന് ഹിസ്റ്റോറിയൻസ് ഒരു പേരിട്ട് വിളിച്ചു, അതാണ് റിനൈസൻസ്. റിനൈസൻസ് എന്ന വാക്കിൻ്റെ മീനിങ് എന്താണ്? റീബർത്ത് എന്നാണ്. ഇത് ആദ്യം ഉണ്ടായത് ഇറ്റലിയിലാണ്. കാരണം ഇറ്റലിയിലെ സിറ്റീസൊക്കെ മറ്റ് യൂറോപ്യൻ സിറ്റീസിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അവർ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. അവിടുത്തെ ട്രേഡേഴ്സിന് നല്ല ബാങ്കിങ്ങിനെ പറ്റിയിട്ടും ഇൻഷുറൻസിനെ പറ്റിയിട്ടും നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അവർ ബുക്ക് കീപ്പിംഗ് ടെക്നിക്ക് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർ വെൽത്തി സിറ്റീസായിട്ട് മാറി. അങ്ങനെ അവർ കുറേ വെൽത്തി ഫാമിലീസ് അവിടെ ഉദയം ചെയ്തു. അവരെന്ത് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി? പൊളിറ്റിക്കൽ പവർ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. ഇത്രയാണ് നമ്മൾ കഥ പഠിച്ച് വെച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ടാറ്റാ.